ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നാടും നഗരവും കടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കരിന്തളം പഞ്ചായത്തിലെ കോളംകുളത്ത് കുട്ടികളുടെ കരോത്സംഗം ഇറങ്ങിക്കഴിഞ്ഞു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് അരുൺ പാറയ്ക്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. കാസർഗോഡ് ജില്ലയിലെ കരിന്തളം പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിലൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. നാച്ചുറൽ ബ്യൂട്ടിയാണ് അത്. 60 വർഷത്തോളം പഴക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ പുൽക്കൂട് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ജോസേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പിന്നെ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രത്യേക വിഭാഗമായിട്ടുണ്ടാക്കിയതല്ല. ഇവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹരീഷും അതുപോലെ തന്നെ സതീശൻ, ജോബി എന്നിവരുടെ നേതൃത്വത്തിൽ ഈ നിൽക്കുന്ന കുട്ടികൾ സംഘടിപ്പിച്ച പുൽക്കൂടാണ്. കഴിഞ്ഞ 5-6 വർഷമായി തുടർച്ചയായിട്ട് ഇത് നടത്തുന്നതാണ്. ഈ പുൽക്കൂടിനകത്ത് എന്തൊക്കെ പ്രത്യേകതകളില്ലേ? പുൽക്കൂടിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കൊല്ലം മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ഞൊങ്ങണിയിൽ തോമസ് എന്ന് പറയുന്ന മരിച്ചുപോയ ഒരു കുടിയേറ്റക്കാരനവരുടെ സ്വകാര്യ സമ്പാദ്യത്തിലുള്ളതാണ് ഈ 60 വർഷത്തിലധികം പഴക്കമുള്ള ഉണ്ണിയേശുവിൻ്റെയും ആട്ടിടയന്മാരുടെയൊക്കെ രൂപം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ മണ്ണും മറ്റ് സാധനങ്ങളും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ കരോത്സംഗം നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പാട്ടുകളൊക്കെ കേൾക്കാം. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമേലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമേലുണ്ണി പിറന്നല്ലോ. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്.